ജയിൽ നോമിനേഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായി എന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ആൾ പവർ റൂമിൽ ഇരിക്കുകയാണ് റസ്മിൻ. ആ റസ്മിൻ തന്നെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നും അല്ലെങ്കിൽ അവർക്ക് മാറ്റിയെങ്കിലും ചെയ്യാമായിരുന്നു ആ നോമിനേഷൻ. റസ്മിൻ ഇപ്പൊ പവർ റൂമിൽ ഇരിക്കുന്നതുകൊണ്ട് ആർക്കും പുള്ളിക്കാരിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഓക്കെ. പക്ഷെ ഇവർക്ക് ജാസ്മിനെ ഒഴിവാക്കാമായിരുന്നു. ജാസ്മിനെ പറഞ്ഞ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ ഊള എന്ന് വിളിച്ചു ടാസ്കിന്റെ ഇടയിൽ, പിന്നെ ആ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ രണ്ട് റീസൺസ് ആണ് ജാസ്മിനെ പറഞ്ഞത്. ടാസ്കിന്റെ പെർഫോമൻസിലാണ് ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ജാസ്മിന്റെ പെർഫോമൻസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു റോബോട്ട് ആയിട്ട്. ടാസ്ക് അലമ്പാക്കിയ അപ്സരേനെ അവരെയൊക്കെ ഇവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. മനഃപൂർവ്വം തന്നെയാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത്. എന്തായാലും വളരെ മോശമായ ഒരു ഡിസിഷൻ തന്നെ ആയിപ്പോയി. പിന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്ത ഋഷിനെയാണ്. ഏറ്റവും കൂടുതൽ അപ്പോൾ വോട്ട് ഋഷിക്കായിരുന്നു പിന്നീട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചാർ എന്ന രീതിയിൽ വൻ പരാജയമായിരുന്നു ഋഷി എന്ന് എല്ലാവരും തന്നെ പറയുകയുണ്ടായി. ഋഷിയും ജാസ്മിനുമാണ് ഇന്ന് ജയിലിലേക്ക് നോമിനേറ്റ് ആയിട്ടുള്ളത്. റസ്മിനെതിരെയൊക്കെ കംപ്ലൈന്റ് കൊടുക്കാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് അടിയായിരിക്കുകയാണെന്ന് തന്നെ പറയാം. റസ്മിൻ ചെയ്തത് എന്തായാലും ഒട്ടും ശരിയായില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?